ആ അവസരത്തിൽ അതുമായി കണക്ട് ചെയ്ത് പറയാനുള്ളത്, അങ്ങനെ സാറ് പറഞ്ഞ IAS IPS അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനപ്പുറം ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ നിങ്ങളുടെ വരികയാണെങ്കിൽ അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർക്കേണ്ട ഒരു സ്റ്റോറി ഉണ്ട്. അത് ഒരു സെർജിയ ബുക്ക എന്ന് പറയുന്ന പോൾ വാൾട്ട് ചാമ്പ്യന്റെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ ഭേദിച്ച ആളാണ് സെർജിയ ബുക്ക. 35 തവണ വേൾഡ് റെക്കോർഡ് ഭേദിച്ച ആളാണ് പോൾ വാൾട്ട്. അറിയാലോ പോൾ വാൾട്ട്. അപ്പോൾ അതില് 14 തവണയും സ്വന്തം റെക്കോർഡുകളാണ് അദ്ദേഹം ഭേദിച്ചത്. അങ്ങനെ ഓരോ തവണ ഭേദിച്ചു കഴിഞ്ഞ് വേൾഡ് റെക്കോർഡ് നേടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മറ്റേ മീഡിയ പീപ്പിൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോകുമല്ലോ. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യവും ഒറ്റ കാര്യമാണ്, ബുക്ക എങ്ങനെയാണ്, ഇതെന്താണ് നിങ്ങളുടെ രഹസ്യം? ഓരോ തവണയും നിങ്ങൾ ഇങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് പോകണല്ലോ, എങ്ങനെ നിങ്ങൾക്ക് ഈ ഗോളുകൾ നേടാനായിട്ട് സാധിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ആൻസറാണ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ സിമ്പിളാണ്. എനിക്ക് സംശയം ഉണ്ടാവും, ഞാൻ വടിയുമായിട്ട് ആ ക്രോസ് ബാർ കാണുന്ന സമയത്ത് ചാടി കിടക്കാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ സംശയം വരുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഐ വിൽ ത്രോ മൈ മൈൻഡ് ഓവർ ദി ക്രോസ് ബാർ. ഞാൻ എൻ്റെ മനസ്സിനെ ആ ക്രോസ് ബാറിന്റെ മുകളിലോട്ട് വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മൈ ബോഡി വിൽ ഫോളോ മൈ മൈൻഡ്. എൻ്റെ ശരീരം എൻ്റെ മനസ്സിനെ പിന്തുടർന്ന് ആ ക്രോസ് ബാർ ചാടിക്കിടക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ തവണ ചാടിക്കിടന്ന് കഴിയുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, ആ ക്രോസ് ബാർ വീണ്ടും 1 ഇഞ്ച് 1 ഇഞ്ച് പൊക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ തവണ വരുമ്പോഴും എനിക്ക് ആ സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോഴെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ഐ വിൽ ത്രോ മൈ മൈൻഡ് ഓവർ ദി ക്രോസ് ബാർ. ഞാൻ എൻ്റെ മനസ്സിനെ വലിച്ചെറിയും ആ ക്രോസ് ബാർ മുകളിലൂടെ. അതായത് എനിക്ക് കഴിയും, ഐ ക്യാൻ എന്ന് പറയുന്ന ഫീൽ ഞാൻ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഓടുമ്പോൾ എനിക്ക് ആ ക്രോസ് ബാർ ഒരു തടസ്സവും ഇല്ലാതെ പോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതൊരു ക്രോസ് ബാറും, ഈ ക്രോസ് ബാർ ഈസ് നത്തിങ് ബട്ട് ദ ഹഡിൽസ് ഇൻ യുവർ ലൈഫ്. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏത് തടസ്സങ്ങളും നിങ്ങൾക്ക് ഭേദിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്ന് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ 24-ാം തീയതി 25-ാം തീയതി ഒക്കെ പറയുമ്പോൾ കേരളം മുഴുവൻ അല്ലേ ക്രിസ്മസ് ആഘോഷത്തിന്റെ വെക്കേഷൻ ഇരിക്കുന്ന ഫാമിലി ആയിട്ട് കേക്ക് കട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നാളത്തെ മഹാനോ മഹതി ആവാൻ പോകുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ ആകെപ്പാടെ ജീവിതത്തിൽ മഹാനാവണമെങ്കിൽ നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മഹാനാവണമെങ്കിൽ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ്, ഡു ദ സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ. മഹാനാവണമെങ്കിൽ ചെറിയ കാര്യങ്ങൾ മഹത്തരമായ രീതിയിൽ മാത്രം ചെയ്താൽ മതി. വൺ ഡേ യു വിൽ ബിക്കം എ ഗ്രേറ്റ് മാൻ. അപ്പോൾ ഈ വെക്കേഷൻ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, യു ക്യാൻ അച്ചീവ് യുവർ ഗോൾ. താങ്ക് യു സോ മച്ച്.